പോയ കാമുകനോ കാമുകിയോ ഭാര്യയോ ഭർത്താവോ ആയിക്കോട്ടെ, പറന്നു വരും. അതൊരു കാര്യം. ഇതുപോലെ തന്നെ ചൊൽപ്പടിക്ക് നമ്മൾ പറയുന്നത് കേട്ടു നിൽക്കാവുന്ന ഒരു കൈവശക്കൂട്ടും സർവജന ആകർഷണ മന്ത്രപ്രയോഗമാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ ആയിരങ്ങൾ ചെലവാക്കി മന്ത്രപ്രയോഗങ്ങൾ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു അമൂല്യമായ കൈവശക്കൂട്ടും ആകർഷണ വശ്യപ്രയോഗമാണ് ഈ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർന്ന ബിഷമ്പടി. പ്രണയിച്ച ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇവര് നമ്മളെ വിട്ടുപോകുമ്പോൾ അതൊരു മാനസികമായിട്ട് വളരെയധികം വേദനയുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്യണമെങ്കിൽ വശ്യകർമ്മമാണ് ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് മുതൽ മുടക്കുണ്ട്, നല്ല പൈസ ചെലവുണ്ട്. 90 ദിവസം മുതൽ 180 ദിവസം വരെ കാത്തിരിക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്ക് തന്നെ നമ്മളുടേതായ കാര്യം നടത്തിയെടുക്കാനുള്ള ആ ഒരു സാമ്പത്തിക ചെലവാക്കി ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ കാര്യം സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു ആകർഷണവും വശ്യക്കൂട്ടുമാണ് ഈ പറയുന്നത്. ഇതിന് പൊതുജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ, ജോലി സ്ഥലത്ത് പോയാൽ ആർക്കും കണ്ടുകൂടാ, അതുപോലെ തന്നെ എന്തിനു പോയാലും, ഒരു ഓഫീസിൽ പോയാലും കണ്ടുകൂടാ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കണ്ടുകൂടാ, ബന്ധുക്കൾക്ക് കണ്ടുകൂടാ. അങ്ങനെ കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും പൊതുജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു നിലവാരമില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് സർവ്വജന ആകർഷണം എന്നല്ലെങ്കിൽ ലോകവശ്യം എന്നുള്ള രൂപത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പൊ ഈ മന്ത്രം നമ്മൾ വെറുതെ ഈ മഷിക്കൂട്ടിൽ ജപിച്ചിട്ട് ആ മഷിക്കൂട്ട് നമ്മൾ ഇവിടെ കുറി തൊട്ടാൽ മാത്രം മതി. പൊതുജനങ്ങൾക്കൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ആളായി മാറും. അതിപ്പോ ഒരു ജോലിക്ക് പോണ സമയത്ത് അവിടുത്തെ മേലുദ്യോഗസ്ഥന്മാർക്ക് ആർക്കൊക്കെയാണോ വേണ്ടിച്ച് അവരൊക്കെ നമ്മളിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയാണെങ്കിൽ ഈ മന്ത്രം നമ്മൾ ഈ മരുന്നിന് ജപിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖം അതുപോലെ പേരൊക്കെ നല്ലപോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് അദ്ദേഹം അതിലേക്ക് എനിക്ക് വശമായി വരണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം ഇത് ജപിക്കാൻ. ഇത് ജപിച്ചതിന് ശേഷം നമ്മൾ എന്താണ്, അയാളെ ഭക്ഷണത്തിലൂടെ എങ്ങനെയെങ്കിലും വയറ്റിലേക്ക് എത്തണം. അത് 7 തവണ എത്താനാണ് വേണ്ടത്. അപ്പോൾ ഓരോ തവണ നമ്മൾ കഴിയുമ്പോഴും കൊടുത്തു കഴിഞ്ഞ് അടുത്ത തവണ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഡെയിലി നമ്മൾ അത് കുറേശ്ശെ ഒരു 108 തവണ വീതം ജപിക്കണം. അപ്പൊ ആദ്യം ഈ സാധനമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ 1000 തവണ ജപിച്ചെടുത്ത് വെക്കണം ആദ്യം. അതിൽ നിന്നാണ് ഈ കുറിതൊടലും ഇവർക്ക് കൊടുക്കലൊക്കെ പറ്റുള്ളൂ. പിന്നീട് ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പവർ നഷ്ടപ്പെടാതിരിക്കാൻ ദിവസം നമ്മൾ എന്താണ് 108 തവണ വീതം ജപിക്കും കൂടി ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിന്റെ പവർ ഇരട്ടിയാവും ചെയ്യും. നമുക്ക് ഇതിന് അങ്ങേയറ്റം എഫക്റ്റ് ആയി വരികയും ചെയ്യും. അപ്പൊ മരുന്ന് ഇതാണ്. ഉമ്മത്തിന്റെ ഇലയും കായയും പേരാൽമുട്ട് മഞ്ചട്ടിക്കോല് കുങ്കുമം തകര. ഈ കുങ്കുമപ്പൂവ് എന്ന് പറയുന്നത് പാലിട്ട് കഴിക്കുന്ന കുങ്കുമപ്പൂവാണ്, അല്ലാതെ ചോന്ന കുരി ഇടുന്നതല്ല. അത് വാങ്ങിയിട്ട് എല്ലാതും തുല്യ അളവിലെടുക്കുക. അളവിലെടുത്തതിന് ശേഷം നമ്മൾ ഇത് അരച്ച് മഷിയാക്കി മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ജപിച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ആ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം ഐം പുരം ക്ഷോഭയാ ഭഗവതി ഗംഭീരെ ക്ലിം സ്വാഹ. ഓം ഐം പുരം ക്ഷോഭയാ ഭഗവതി ഗംഭീരെ ക്ലിം സ്വാഹ. ഓം ഐം പുരം ക്ഷോഭയാ ഭഗവതി ഗംഭീരെ ക്ലിം സ്വാഹ. ഓം ഐം പുരം ക്ഷോഭയാ ഭഗവതി ഗംഭീരെ ക്ലിം സ്വാഹ എന്നിങ്ങനെ ജപിച്ചിരിക്കുക. അതൊരു അരമണിക്കൂറിനങ്ങ് 1000 തവണ ജപിക്കുക. ഈ സംഭവം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളുടെ മനസ്സ് മാറി വരാൻ വേണ്ടി ഭഗവതിയെ പ്രാർത്ഥിച്ച് അവരിലേക്ക് ഇത് കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസത്തെ ജപം കഴിയുമ്പോഴും ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. അപ്പോൾ ഇത് ജപിക്കുകയും ചെയ്യുക, ഇത് കൊടുക്കുകയും ചെയ്യുക. ഇത് കഴിഞ്ഞാൽ അത് വ്യക്തിപരമായ ആകർഷണത്തിന് അത് മതി. ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ നമുക്ക് നല്ല റേഞ്ചും നിലവാരവും അങ്ങനെ കഷ്ടതയും ഒക്കെ ഉള്ളത് മാറി നല്ലപോലെ ആവാനാണെന്ന് ആഗ്രഹമെങ്കിൽ ഇത് നമ്മൾ ജപിച്ച് നമ്മൾ ഈ ഇവിടെ കുറി തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർക്കൊക്കെ നമ്മൾ വേണ്ടപ്പെട്ട ആളായി മാറും എന്നുള്ള സർവജന ആകർഷണമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക. ഇത് ദുർവിനിയോഗത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയാണ്.
നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറി നല്ലത് വരാനും ബാധകൾ മാറി നല്ലത് വരാനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ കൂടെ നിർത്താനൊക്കെ വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഋഷീശ്വരന്മാർ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ദുർവിനിയോഗം ചെയ്ത് സ്വമേധയാൽ തന്നെ നശിച്ച് നാരായണക്കല്ലാവരുത് എന്നുള്ളതാണ് ഇത് എടുത്തു പറയുന്നത്. ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ ദോഷങ്ങളുടെ പ്രതിവിധികളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.